പുതുലക്ഷ്മി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചാലക്കുടിയിലെ കലാഭവൻ മണി പാർക്കിലാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായന കയറി ചെല്ലുമ്പോൾ ഇതുപോലെ നല്ല പെയിന്റിങ്, നല്ല ഭംഗിയുള്ള പെയിന്റിങ് കാണാം. കവാടം കടന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു ആനയെ കാണാം. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇതാണ്. പിന്നെ നമ്മൾക്ക് നോക്കുമ്പോൾ ഇടത്ത് സൈഡിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കാണാം. ഇവിടേക്ക് നോക്കുന്നത് മഞ്ഞ ഇലകളുള്ള കുറെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടുള്ളത് ചാലക്കുടിയിലെ ജഡ്ജിമാർ വെച്ചിട്ടുള്ള ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് എനിക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ബൈക്കുകളൊക്കെ വയ്ക്കാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ആ പൂമരത്തിന്റെ അടിയിൽ വലിയൊരു പൂമരം കാണുന്നത്. അതിൻ്റെ അടിയിൽ തന്നെ വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിന് ഒരു വഴി അപ്പുറത്തേക്കുണ്ട്, ഇതിന്റെ ബാക്കിൽ കൂടെ. ഇതിന് നേരെ അപ്പുറത്തേക്ക് പോയി അപ്പുറത്ത് റോട്ടിലേക്ക് കിടക്കാം. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണത്. ഇതിലൂടെയാണ് നമ്മൾ പാർക്കിലേക്ക് കിടക്കുക. പാർക്ക് നല്ല വിശാലമായ കോമ്പൗണ്ടിലുള്ള പാർക്കാണ്. ഇങ്ങനെ നടപ്പാതകൾ ചുറ്റും നടപ്പാതകൾ കല്ല് വിരിച്ചിട്ടുണ്ട്. നല്ല പുൽമൈതാനങ്ങൾ. പണ്ടത്തെ ഒരു സൃഷ്ടി നിർമ്മാണത്തിന്റെ ബാക്കിയുള്ള ഒരു ഇത് കാണാം. അവിടെ കലാമണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഭംഗിയായിട്ടുള്ള അടിയിൽ ഒരു ക്ലോക്കും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ വന്നിരിക്കുക. 5 മണി തൊട്ടിട്ട് 7 മണിയാണ് ഇവിടുത്തെ പ്രവേശന സമയം. നല്ല കല്ല് വിരിച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് പോലത്തെ ഇതാണ്. അവിടെയാണ് പണ്ടത്തെ ഒരു സ്റ്റേ കമ്പനിയുടെ ഒരു ഫോട്ടോയിലുണ്ട്. അവിടെ കലാമണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ആൾക്കൊരു ക്ലോക്ക് റൂം കാണാം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് നോക്കാം. നല്ല ഭംഗിയാണ്. അതൊക്കെ ഒരു പേടിപ്പെടുന്ന ഒരു അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് പുറത്തേക്ക് കിടക്കാം. കണ്ടുപിടിച്ച നടപ്പാതകളും പുൽമൈതാനങ്ങളും നല്ലൊരു പാർക്കും കുട്ടികൾക്ക് കളിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. അതിന് ബാക്കിൽ ഷീറ്റിട്ട് നല്ല സൗകര്യം. നല്ല ഗ്രാനൈറ്റൊക്കെ ഇരിക്കാനുള്ള ഭാഗത്തുണ്ട്. ഒഴുകുന്നതും ഇരിക്കുന്നതും പിള്ളേർ കളിക്കുന്നതും എല്ലാം മണലൊക്കെ സെറ്റ് ചെയ്ത് ഇതിന് പ്രത്യേകത എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വെച്ച് വരുന്നത്. നല്ല വഴികളൊക്കെ വെച്ച് അതിനപ്പുറത്ത് നേരെ കലാമണി പാർക്ക് പാട്ടുപുരയുണ്ട്. ഇവിടെയാണ് എല്ലാ പരിപാടികളും നടക്കാറ്. അടുത്ത് കാണിച്ചു തരാം. ഇവിടെ കുട്ടികളെല്ലാവരും സ്കേറ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. സ്കേറ്റിംഗ് ഒക്കെ പഠിക്കാൻ നല്ലൊരു സ്ഥലമാണ് കലാമണി പാർക്ക്. എല്ലാവർക്കും ഇവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. അവിടെ നിന്ന് സ്റ്റോപ്പായ കാരണം ഒരു പ്രത്യേക രസമാണ് കാണാൻ. കലാമണി പാർക്ക് പാട്ടുപുരയിലാണ് ഒരുവിധം കലാമണിയുടെ എല്ലാ പരിപാടികളും ഇവിടെ നടക്കാറ്. എല്ലാ കൊല്ലവും നല്ല പരിപാടികളോടെ ഇവിടെ നടക്കും. എല്ലാം പച്ച വിരിച്ച് കഴിഞ്ഞ മൈതാനങ്ങള് കാണുവാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. കുട്ടികളെല്ലാം ഊഞ്ഞാലാടുന്നു. കുറച്ച് കഴിഞ്ഞാൽ നല്ല കുട്ടികളായിരിക്കും. ഇങ്ങനെ വരിക്ക് നിൽക്കേണ്ടി വരും ചേരാൻ. അപ്പൊ നല്ല തിരക്കായിരിക്കും. ഇപ്പൊ തുറന്നിട്ടുള്ളൂ, അത് കാരണം ആള് കുറവാണ്. നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നഗരസഭയുടെ സ്ഥലമാണ്.